ഡിഗ്രി ചെയ്യുന്ന ടൈമിൽ തന്നെ വേറൊരു കോഴ്സ് കൂടി എടുത്ത് പഠിക്കാൻ ടൈം കാണില്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് ധാരാളം സമയമുണ്ടല്ലോ അപ്പോൾ പഠിക്കാം എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എന്നാൽ കറക്റ്റായിട്ടൊരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രിക്കൊപ്പം തന്നെ കോഴ്സ് പഠിച്ച് ജോലി നേടാവുന്നതാണ്. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ജോലി നേടിയിരിക്കുകയാണ് വിസ്മയ എന്ന സ്റ്റുഡൻറ്റ്. അങ്ങനെയാണെങ്കിൽ വിസ്മയ ഏത് കോഴ്സാണ് പഠിച്ച് പ്ലേസ്ഡ് ആയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്ക് നമ്മോടൊപ്പം ഉള്ളത് വിസ്മയാണ്. വിസ്മയ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ, അപ്പോൾ വിസ്മയുടെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ. ഓക്കെ ഓക്കെ. സോ അപ്പോ ഏത് കോഴ്സ് അവോധ ചൂസ് ചെയ്തിരുന്നത്? ഞാൻ എക്സൽ ടാലി GST ആണ് ചൂസ് ചെയ്തത്. ഓക്കെ, എക്സൽ ടാലി GST ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ എന്താ നേരത്തെ പഠിച്ചിരുന്നത്? എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഞാൻ ഇപ്പോ സ്റ്റഡി ചെയ്യുന്നത് BVOC അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഡിഗ്രിയാണ്. ഇപ്പൊ തേർഡ് ഇയർ ആണ്. കണ്ടിന്യൂ ചെയ്യാനല്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ Ongoing ആണ്. അതിനകത്ത് ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സോ അപ്പോ അതുകൊണ്ട് തന്നെയാണോ എക്സൽ ടാലി GST എന്നൊരു കോഴ്സ് എടുക്കാനുള്ള റീസൺ അത് തന്നെയായിരുന്നു? ഞാൻ അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സ് എടുക്കാനാണ് താല്പര്യം. ഓക്കെ ഓക്കെ. സോ അപ്പോ ചൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സൽ ടാലി GST കുറിച്ച്? നല്ല ക്ലാസ് ആയിരുന്നു, മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ സെഷൻസിലൊക്കെ കയറി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റി. കുഴപ്പമില്ല, മനസ്സിലാവുന്ന ക്ലാസ് തന്നെയാണ്. പിന്നെ ഞാൻ അതിനോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെ എടുത്തോണ്ട് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. സോ അപ്പോ ഡൗട്ട്സ് ക്ലിയർ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ടൈമിൽ തന്നെ ട്യൂട്ടേഴ്സ് ക്ലിയർ ചെയ്ത് തന്നില്ലേ ഡൗട്ട് ഒക്കെ? ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് കുഴപ്പമുണ്ടായില്ല. സോ അപ്പോ ജോയിൻ ചെയ്തപ്പോ ഒരു ഫീസ് സ്ട്രക്ചർ കിട്ടുകയാണല്ലോ, 2800 ഒരു ബേസിക് ഫീസ് സ്ട്രക്ചർ. സോ അപ്പോ ഈ 2800 രൂപയ്ക്ക് അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചാൽ വെറുത്തായിരിക്കും തോന്നിയിരുന്നു ആദ്യം? വെറുത്താന്ന് തോന്നിയിരുന്നു. പ്ലേസ്മെന്റ് കിട്ടിയപ്പോഴത്തേക്ക്, ഇന്റേൺഷിപ്പ് കിട്ടിയപ്പോഴത്തേക്ക് വെറുത്താൻ തോന്നിയല്ലേ? വെറുത്താന്ന് തോന്നി. ഓക്കെ. അപ്പൊ വിസ്മയ എങ്ങനെ ജോയിൻ ചെയ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് അവോധയെ പറ്റി അറിഞ്ഞ എങ്ങനെയാണ്? ഞങ്ങളുടെ കോളേജിൽ അവോധയുടെ മീറ്റിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവോധനെ പറ്റി കൂടുതൽ അറിഞ്ഞതും കാര്യങ്ങളും. അപ്പോ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതും. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജോയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അപ്പോ ജസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കിയില്ലേ എന്താ അവോധയുടെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയായിരുന്നു? നോക്കിയായിരുന്നു. ഓക്കെ ഓക്കെ. സോ അപ്പൊ വിസ്മയ ഒറ്റയ്ക്കാണോ ജോയിൻ ചെയ്തതോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ ഇങ്ങനെ ജോയിൻ ചെയ്തത്? ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളൊരു 7 പേരാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു 4 പേര് ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ അപ്പോ വിസ്മയ എവിടെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഞാൻ DGP's ബിൽഡിംഗ്സിനാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതിന്റെ അക്കൗണ്ട്സിലാണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പൊ എങ്ങനെ വർക്ക് ഫ്രം ഹോം ആണോ, വർക്ക് അറ്റ് ഓഫീസ് ആണോ? ഇല്ല, വർക്ക് അറ്റ് ഓഫീസാണ്. ഓഫീസാണ്. ഓക്കെ. സോ അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ടൈം ആയി? ഞാൻ December 7th ജോയിൻ ചെയ്തത്. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു 1 week ലീവിന് വന്നേക്കും. ഞങ്ങൾക്ക് ഇപ്പൊ സെം എക്സാം ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ കമ്പനിയുടെ സൈഡിൽ നോക്കിയല്ലേ ഓൺ ടൈമിൽ വർക്ക് ഒക്കെ തരുന്നില്ല? അവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വർക്കൊക്കെ തരുന്നുണ്ട്. ഇപ്പൊ കേറിയ കുറെ വർക്ക് ലോഡ് ഇല്ല. അവരോരോന്ന് ഇപ്പൊ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നോണ്ടിരിക്കും. പഠിക്കാൻ പറ്റുന്നില്ല നല്ലോണം അവിടെ? പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോ താങ്ക് യു വിസ്മയ എത്ര ടൈം നോക്കി സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്ക്. ഓക്കെ, താങ്ക് യു.